സീത, നീ ഇപ്പോഴും അതിനെ കുറിച്ചാണോ ആലോചിക്കുന്നേ? അത് വിട്ടേക്ക്. സീത, അതൊരു വഴിപോക്കനാ. നീ എന്തിനാ വെറുതെ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ? ഇവരെല്ലാവരും ചേർന്ന് സീതയെ കൺവിൻസ് ചെയ്യുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാക്കാം ഇതിലെന്തോ വലിയ കാര്യം തന്നെ ഉണ്ടെന്ന്. അപ്പോ ആ വന്നാള് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എന്തായാലും അവനെ ഒന്ന് സൂക്ഷിച്ചേക്ക്. ആർക്ക് സംശയം തോന്നിയാലും ഈ ഭാർഗവി മേമയ്ക്ക് തോന്നാൻ പാടില്ല. ഇവർ ഈ കാര്യം ഇതോടെ വിട്ടാൽ മതിയായിരുന്നു. വികൃതി, നീ എന്താ ആളെ കളിയാക്കണോ? എന്റെ അമ്മ എന്നോട് പറയാറുണ്ട് ഉപ്പ് തിന്നാ വെള്ളം കുടിക്കുമെന്ന്. ഏയ്, നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ബുദ്ധിയില്ലേ നിനക്ക്? എനിക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്കുണ്ടോ? വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ. രാവിലെ തന്നെ വന്ന് ദേഷ്യം പിടിപ്പിക്കണോ? പോവാൻ ഇവിടുന്ന് പോ. പിന്നെ എന്റെ സീതമ്മേനെ നിങ്ങൾ വീഴ്ത്തുവല്ലേ? ഞാനോ? അല്ല, എന്നെ തള്ളിയിടാൻ നോക്കിയിട്ട് എന്റെ സീതമ്മയെ നിങ്ങൾ തള്ളിയിട്ടില്ലേ? എന്താ, ഒന്നും പറയാനില്ലേ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണോ? ഏയ്, നീ ലിറ്റിൽ ചാമ്പാന്നാ ഞാൻ വിചാരിച്ചേ. തല തെറിച്ചവളാ നീ. നീ സിഹിയല്ല. സിഹിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുന്നില്ല. ഞാൻ ആരാണെങ്കിലും എന്താ, എന്റെ സീതമ്മയോട് ആരെങ്കിലും കളിക്കാൻ നിന്നാ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഏയ്, എന്താ നീ പറഞ്ഞ്? നിന്റെ സീതമ്മയോട് കളിച്ച് എന്ത് ചെയ്യുന്ന? അപ്പോ ഇന്നലെ വിഷയെ തട്ടിയിട്ടത് നീയായിരുന്നോ? എന്റെ സീതമ്മ ആരെങ്കിലും ശല്യം ചെയ്താ അതാരായാലും ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ ആയാലും. ഇപ്പൊ അവൾ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയോ? ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല വിശ്വ. അത് ഉറപ്പല്ലേ? എന്നോട് അവള് റിവഞ്ച് തീർത്തില്ലേ, അതും ഈ ചെറിയ പ്രായത്തില്. ഇവിടെ കുറിച്ച് ഞാൻ എന്തിനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ വിശ്വ? മനസ്സിലായി ഭാർഗു. നിന്റെ ടെൻഷൻ വെറുത്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ കുട്ടിയെ വെറുതെ വിടാൻ പാടില്ല വിശ്വ. എത്ര ധൈര്യത്തിൽ അവൾ എന്റെ മുമ്പിൽ നിന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത്. ശരി, ഈ ഭാർഗവി ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടി. സീത, പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിരുന്നോ? ശ്വേതയോടെല്ലാം കാറിലെടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ഈ സിഹി എവിടെയാ? ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ കുളിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട സീതമ്മ, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാന്നും പറഞ്ഞു പോയതാ. സീത, ഞാൻ റെഡി. നിങ്ങൾ റെഡിയാ? നിങ്ങളുടെ മോൾ ഇതുവരെ എത്തിയില്ലല്ലോ. സിഹി, ഒന്ന് വേഗം വാ. ചെറിച്ച, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല രാമ, പക്ഷെ നല്ല പെയിൻ ഉണ്ട്. ഡോക്ടറെ പോയി കാണിച്ചറിയിച്ചാ. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? അതൊന്നും വേണ്ട രാമ, ഞാൻ പിന്നെ പോയി കണ്ടോളാം.
ചെറിയ കഷായം ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. വേദനയ്ക്ക് വളരെ നല്ലതാ. ഇടയ്ക്കിടത്ത് കുടിക്കണം പ്ലീസ്. ശരി, കുടിക്കാൻ സീത. അല്ല, നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അത് സിഹിയുടെ പേരിൽ ഇന്ന് അമ്പലത്തിൽ ഒരു അർച്ചന നടത്തുന്നുണ്ട്. അതിനാ അവരിറങ്ങിയത്. ഓ, അതെയോ? കണ്ടോ അമ്മേ, അവൾ ഇതുവരെ എത്തിയിട്ടില്ല. സിഹേ, ആ സീതമ്മ ദേ വരുന്നു. നീ എവിടെയായിരുന്നു ഇത്ര നേരം? അമ്പലത്തിലേക്ക് പോണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ഇനി നമുക്ക് പോവാം സീതമ്മ. മേമ റെഡിയല്ലേ? നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാ അപ്പു. ആക്ച്വലി വീട്ടിലാരുമില്ല. വിശ്വയുടെ കണ്ടീഷനും മോശമാണ്. ഞാൻ സത്യത്തിൽ വരണ്ടെന്ന് കരുതിയത്. പക്ഷേ നമ്മുടെ സിഹിമോളുടെ പേരിലൊരു പൂജ നേർന്നതല്ലേ, അതെനിക്ക് എങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? ഭാർഗവി മേമ്മയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. ഇവർ അമ്പലത്തിൽ വരാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ശരി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അശോക്, കാർ എടുക്ക്. ആക്ച്വലി എനിക്ക് അമ്പലത്തിലേക്ക് വരാൻ കഴിയില്ല. എന്താടാ? ഓഫീസിൽ അക്കൗണ്ട്സിൽ ചില പ്രശ്നങ്ങൾ. നമ്മൾ രണ്ടുപേരും പോയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവാം, നിങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. നിങ്ങളോടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ അശോക്. സീത, ഓഫീസിലെ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് അല്ലേ? ഞാനും ഇവിടെ ഇല്ല, അപ്പു ഇല്ലെങ്കിൽ പിന്നെ ഓഫീസിലെ ബുദ്ധിമുട്ടാ. പക്ഷെ നമ്മുടെ അശോക് ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ധൈര്യം തന്നെയാ, അല്ലേ അശോക്? എന്നുവെച്ചാ ഇപ്പൊ നീ ഇല്ലാതെ പോണെന്നാ? ഞാൻ വന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? എന്റെ ബെറ്റർ ഹാഫ് വരുന്നുണ്ടല്ലോ, അവള് നോക്കിക്കോളൂ. ശരിയാവട്ടെ, ഇറങ്ങിയാലോ? ആ സുബ്ബലക്ഷ്മിയുടെ മുഖം മൂടി ഞാൻ എങ്ങനെ വലിച്ചു കീറുന്നു നിങ്ങൾ തന്നെ കണ്ടോ. സീതമ്മ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമേ. എന്തു പറ്റി? എന്തെങ്കിലും മറന്നുപോയോ? ശരി, വേഗം വരണേ. അപ്പോ സീത, നിങ്ങൾ എന്നാ ഇവളെയും കൊണ്ടുവാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? ഷുവർ മേമ. വാ, നമുക്ക് കൊണ്ടുപോവാം. മോളെ, ഞാൻ അമ്പലത്തിലുണ്ടാവില്ല. രാമനും സീതയും പൂജയിൽ ബിസിയായിരിക്കും. സുബിയുടെ മേലിൽ നിനക്കൊരു കണ്ണുണ്ടാവണം. ഭാർഗവി മേമ്മ അങ്ങോട്ട് വരുന്നതുകൊണ്ട് സുബിനെ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. ഓക്കെ അശോക്, ഞാൻ അവളെ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ല്. ടേക്ക് കെയർ. आंजनेयाय नमः। ओम ऐं ह्रीं रामदूताय नमः। ओम ऐं ह्रीं आंजनेयाय नमः। ओम ऐं ह्रीं रामदूताय नमः। സിഹി, ഏ സിഹി, എന്താ? വാ എന്റെ കൂടെ. എങ്ങോട്ട്? വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. പോ. നിനക്ക് ശക്തി വേണമെന്ന് നീയല്ലേ പറഞ്ഞേ? അതിനെന്തോ പറയുമല്ലോ. ആ പവറ്. ഈ ഹനുമാൻ ചാലിസ ഇല്ലേ, ആഞ്ജനേയന്റെ മുമ്പിൽ പോയിരുന്ന് ചൊല്ലിക്കോ. അവൻ നിനക്ക് ശക്തി തന്നോളും. സുബി, എന്നുവെച്ചാ എനിക്കിന്ന് ശക്തി കിട്ടുവോ? എന്തായാലും കിട്ടും. അന്ന് കുംഭമേളയിൽ വെച്ച് നാഗസാഗു പറഞ്ഞു തന്നതല്ലേ ഇത്. ഇന്ന് നിനക്ക് വേണ്ടി അവരെന്തോ പൂജ നടത്താൻ പോവാ. ആ ഹനുമാൻ നിനക്ക് ശക്തി തന്നോളും. നീ എന്റെ കൂടെ വാ.
നാളായാലോ പോയിട്ട്. എന്താ ചെയ്യുന്നേ? ഞാൻ പോയി നോക്കിട്ട് വരാം. നീ നിക്ക്. അവള് ചിലപ്പോ ബെല്ലി എടുക്കാൻ വേണ്ടി പോയതായിരിക്കും. ഇപ്പൊ വന്നോളും. സിഹി, സിഹി വേഗം വാ. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്തിനാ പോയേ? സുബി, സീതമ്മയുടെ അച്ഛന്റെയും കൂടെ ഞാൻ മുമ്പിൽ ഇരുന്നോട്ടെ? ഇതൊക്കെ ചോദിക്കണോ? ശരി, പോകാം വാ. സീതമ്മ, ഞാൻ പുറകിലിരുന്നോട്ടെ? പ്രിയ കെട്ടിയാ പിന്നെ എന്നെ ഒട്ടും വേണ്ടതാവല്ലേ? എനിക്ക് നിങ്ങളെ വേണം സീതമ്മ. നീ വാ സുബി, നമുക്ക് ഒരുമിച്ചിരിക്കാം. അല്ല, ഇവള് നമ്മുടെ വികൃതി സുബിയാണല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. ശരിയാ, ഇവള് നമ്പർ 1 വികൃതിയാ. ബാ. സീതമ്മ, എന്നെ കേറ്റിത്താ. ബാ. കേട്ടോ റാം, ഹനുമാൻ ചാലിസ് തന്നെ പ്ലേ ആവുന്നേ. ശുഭസൂചനയാ. പോയാലോ? സിഹി, നിക്ക. എങ്ങോട്ടാ ഈ ഓടുന്ന നീ? നോക്ക്, പുറത്തേക്ക് വരുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ പാടില്ല സിഹി. മനസ്സിലായോ? എന്റെ കൈ പിടിച്ച് നടക്കണം കേട്ടോ. മേമ ഇതുവരെ ഇവളെ സിഹിയായിട്ട് അംഗീകരിച്ചിരുന്നില്ല. പിന്നെ ഇപ്പൊ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ? വേഗം വാ അപ്പോ, പൂജയ്ക്ക് സമയായി. റാം, വരൂ. ആ, സിഹി, ദേ നോക്ക്, നിനക്ക് വേണ്ടി നടത്തുന്ന പൂജയാ മോളെ ഇത്. ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി ഭക്തിയോടെ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചോദിച്ചോ. അശോക് പറഞ്ഞില്ലായിരുന്നോ ഭാർഗവി മാമിന് സുബിയുടെ കാര്യത്തിൽ സംശയമുണ്ടെന്ന്? ഇതിപ്പോ എന്താ പെട്ടെന്നൊരു മാറ്റം? അത് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ. എന്നാ നിങ്ങൾ പോയി അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്താ കാര്യമെന്ന്. മേമ, എന്താ പോ? കാര്യം എന്താന്ന് പറയടാ. അതൊന്നുമില്ല മേമ. ഇതിപ്പോ പെട്ടെന്ന് എന്തിനാ സിഹിയുടെ പേര് പൂജയൊക്കെയെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിഹിക്ക് നല്ലത് മാത്രം വരുത്താനായി പൂജ. നിന്റെ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലാവും. ആ കുട്ടിയെ സിഹിയായിട്ട് അംഗീകരിക്കാത്ത ഞാൻ അവളുടെ പേരിൽ ഒരു പൂജ ചെയ്യുന്നത് എന്തിനാണെന്നായിരിക്കും നിന്റെ മനസ്സിൽ. അതല്ലേ അപ്പൊ നീ ചിന്തിക്കുന്നേ? യാ മേമ. അത് കണ്ടോ അപ്പോ? നമ്മുടെ സീതയുടെ മുഖത്തേക്ക് നോക്ക്. അവളുടെ മുഖത്തുള്ള ആ ചിരിയും സന്തോഷം കണ്ടോ നീ? ആ കുട്ടീനെ ആരായാലും അവള് നമ്മുടെ വീട്ടിലേക്ക് വന്ന ശേഷം നമ്മുടെ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു വന്നത്. ഇതിന്റെ മുമ്പില് എനിക്ക് എന്റെ സംശയങ്ങൾ വലുതായിട്ട് തോന്നുന്നില്ലപ്പോ.
ആ കുട്ടി ആര് വേണേലും ആയിക്കോട്ടെ, പക്ഷേ അവള് നമുക്ക് നമ്മുടെ സിഹിയാടാ. താങ്ക്സ് മേമ. ബട്ട് ആ കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ സിഹി തന്നെ. അതിന്ന് എനിക്ക് മനസ്സിലാവും. നീ വിട രാമ. പക്ഷേ ഇതെങ്ങനെയാ പറ്റുന്നേ? നിങ്ങളാരാ, ദൈവമാണോ? ഞാനല്ല, നീയാണ് ദൈവം. അങ്ങനെ ചോദിച്ചാ നാഗസാഗു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ദൈവമാണെന്ന്. ദൈവത്തിന് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ലേ? അങ്ങനെ നീ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയല്ലോ, ഇനി നിനക്ക് ശക്തി വന്നോളും. ആഞ്ജനേയ, ആഞ്ജനേയ, എനിക്ക് എത്രയും പെട്ടെന്ന് പവർ തരണേ. ആഞ്ജനേയ, ആഞ്ജനേയ, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. എനിക്ക് വേഗം പവർ തരണേ. എന്നിട്ട് എനിക്ക് എന്റെ സീതമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഭാർഗവി ആന്റിയെ ഒരു പാഠം പഠിപ്പിക്കണം. സുബി, ബഡ്ഡി ബംഗരി അമ്മ ആന്റി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. നീ നല്ല കെയർഫുൾ ആയിരുന്നോ? നീ മനസ്സിൽ സംസാരിച്ചാ മതി, എനിക്ക് കേൾക്കാൻ പറ്റും. നീ എന്നെ കുറിച്ച് ഇപ്പൊ ആലോചിക്കാതെ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കേ. ആരുത്, ഭാർഗവിയമ്മയോ? നമസ്കാരം. എന്താ ദേശായി കുടുംബത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപൂർവമാണല്ലോ. കുറെ നാളായിട്ടൊന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങണമെന്ന് കരുതിയതായിരുന്നു ഞങ്ങള്. എന്തോ പറ്റിയില്ല. ഇപ്പൊ ഞങ്ങള് ഭഗവാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചതാ. പറയൂ, ആരുടെ പേരിൽ അർച്ചന നടത്തണ്ടേ? ഞങ്ങളുടെ സിഹിമോളുടെ പേരിൽ ഒരു അർച്ചന നടത്തണം. അവള് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. ഇനി മുതൽ ഇവൾക്ക് ഒരു ആപത്തും വരാതിരിക്കാനുള്ള ഒരു അർച്ചന നടത്തണം. എന്താപത്തമ്മേ? അത് സീത, ശ്യാമും ശാലിനി നമ്മുടെ അടുത്ത് വന്നപ്പോ സിഹിയെ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് സംസാരിക്കുന്നേ. ഓ, അതായിരുന്നോ? പൂജാരി, സിഹിയുടെ പേര് പൂജ നടത്തണം. അവൾക്ക് യാതൊരു ആപത്തും വരരുത്. ഞങ്ങൾക്ക് അവളെ നഷ്ടപ്പെടുകയരുത്. ദൈവത്തിൽ വിശ്വസിച്ചു വന്നവരല്ലേ, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കും. അപ്പൊ ഞാൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. ഹനുമാന്റെ വലിയ പ്രതിഷ്ഠയുണ്ട് ഇവിടെ അടുത്ത് തന്നെയാ. ഒന്ന് പോയി പ്രാർത്ഥിച്ചു വന്നോളൂ.